ഒക്കേഷൻ വെയർ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൽ ഒരു പ്രോഡക്റ്റ് വരുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസ് വരുന്നതാണ്. 4 ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. മറ്റൊന്ന് വന്നിട്ടുള്ളത് വിസ്കോസ് ഓർഗാൻസയിലാണ്. കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണാം. വിസ്കോസ് ഓർഗാൻസയിൽ വന്നിട്ടുള്ളത്. ഇത് പ്യുവർ വിസ്കോസ് ഓർഗാൻസയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഇതുപോലെ വരും. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ മൾട്ടി കളേഴ്സിലുള്ള ഡിജിറ്റൽ പ്രിൻസ് എല്ലാം ഒരു പേസ്റ്റൽ ടോൺ, പിങ്ക്, ലാവൻഡർ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം പേസ്ലി പ്രിൻസ് ഡിസൈൻസിലുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. നല്ല അടുപ്പിച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിലോട്ട് വരുമ്പം ബോർഡർ നല്ല വീതിയിലുള്ള ബോർഡറാണ്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഡിസൈൻ വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ക്രോഷ്യ ലേസും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ വന്നിട്ടുള്ളത് ആ ഒരു പ്രിൻസ് മാത്രമായിട്ടാണ്. അടുത്തതിൻ്റെ ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം കളറിൽ സെയിം പ്രിൻസ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നത്. ഒറ്റ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ട് വിസ്കോസ് ഓർഗാൻസ അറിയാലോ, ആ ഒരു ഫ്ലോയിനെസ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ആ സെയിം നമ്മൾ ടോപ്പിൽ കണ്ട പോലത്തെ തന്നെ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ് ആ സെയിം പാറ്റേണിൽ തന്നെയാണ്. സൈഡിലോട്ട് ബോർഡറും ഇതിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ബോർഡറും ക്രോഷ്യ ലേസും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ബോട്ട് ഇതിൻ്റെ വരുന്നത് പ്യുവർ ഷാൻറ്റൂണിലാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. ഇതിലുള്ള അടുത്ത ഷെയ്ഡ് വരുന്നത് മിൻറ്റ് ഗ്രീൻ കളർ ടോണിലോട്ട് ആ സെയിം പാറ്റേൺ. ഇതിലോട്ട് ആ വൈറ്റ് എംബ്രോയ്ഡറി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി അതിൽ എടുത്ത് കാണുന്നുണ്ട്. എംബ്രോയ്ഡറിയുടെ കളർ വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ ബോട്ടം. പിന്നെ 2 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ്. ഇത് വരുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ ടോണിലോട്ടാണ്. മസ്ലിൻ സിൽക്കിൽ നല്ല ഫ്ലോയി ആയിട്ട് നല്ല കംഫർട്ടബിളാണ് മസ്ലിൻ സിൽക്ക് നമുക്ക് ചൂടത്തിടാനായിട്ട്. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ ആ ഒരു ഫ്ലോറൽ പ്രിൻസ് കുറച്ച് വലിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ ആ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. പിന്നെ യോക്ക് പോർഷനിലോട്ട് സെൽഫ് ബോർഡർ കൊടുത്തിട്ട് അതിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ത്രെഡും പേൾസും അതുപോലെ ജർദോസിയും കട്ട് ബീഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കിൽ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ എൻഡിലേക്ക് വരുമ്പോൾ ആ ഫ്ലോറൽ ഡിസൈൻ കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് ആയിട്ടാണ്. ആ ഡിജിറ്റൽ പ്രിൻസ് സൈഡിൽ ബോർഡറും എൻഡെല്ലാം ഫുള്ളായിട്ട് ഫിനിഷാണ്. 4 സൈഡിലും ഫിനിഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2199 റേഞ്ചിലാണ്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വരുന്നത് ഒരു ലൈല കളറിൽ. അതിലേക്ക് പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് എടുത്ത് നിൽക്കുന്നത്. ദുപ്പട്ട, ബോട്ടം. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളതിൽ ടർക്വൈസ് ആണ്. ഇതാണ് ടോപ്പ്, ദുപ്പട്ട, പിന്നെ ബോട്ടം. ഇതിലൊരു ഷെയ്ഡിനും കൂടി ഉണ്ട്. അതിപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് കളറിലാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം. ഇങ്ങനെ 4 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം നമ്മളിന്ന് കണ്ടത് 2 നമുക്കൊരു ഒക്കേഷൻ വെയർ ആയിട്ട് പറ്റിയതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ത്രൂ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.